ഇത് ഒറിജിനൽ മുട്ടയാണ് കേട്ടാ, നിലത്തിട്ട പൊട്ടുള്ള മുട്ടയാണ്. ഇരിക്കും, കിടക്കും, എല്ലാ അഭ്യാസവും കാണിക്കും. ഓക്കെ, പൊട്ടോ ഇല്ലെന്ന് നോക്കാം. എക്സ്പെരിമെന്റ്. മച്ചാമാരെ മുട്ട പൊട്ടിയിട്ടില്ല, മുട്ട ഇപ്പോഴും ഇതേ. ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ മറൈൻ കപ്പ്. ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തുടക്കം തുടങ്ങി അവസാനം വരെ കാണണം. അതെന്റെ ഒരു റിക്വസ്റ്റ് ആണ്. കാരണം നമ്മുടെ ഉറക്കം, അബൌട്ട് സ്ലീപ്പ് വിൽക്കുന്ന ഒരു കമ്പനി, സ്ലീപ്പ് കമ്പനി ഒരു പ്രൊഡക്റ്റിനെ മേടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ എടപ്പള്ളി ഒബ്രോൺ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഷോറൂമിന്റെ അടുത്താണ്. അതിനു മുമ്പായിട്ട് പറയാനായിട്ടുള്ള ഒരു പ്രത്യേക കാര്യം, കഴിഞ്ഞ മാസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു, എമ്മ മാട്രസ് ജർമ്മനി. ആ വീഡിയോ ഒരു മാസം ആകുന്നതിന് മുമ്പേ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്റെ ഒരു റോങ് ഇൻഫർമേഷൻ ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു. ആ മാട്രസിന്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്നും കുറെ റീൽസും കുറെ അഡ്വർടൈസ്മെന്റും യൂട്യൂബിലെല്ലാം കണ്ടിട്ടാണ് ഞാനും ആ മാട്രസ് വാങ്ങിയത്. അതിനു മുമ്പ് ഞാൻ ജർമ്മനിയിൽ ആ മാട്രസ്, എമ്മ മാട്രസ് ഞാൻ യൂസ് ചെയ്തത് കൊണ്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെയും അത് മേടിച്ചത്. പക്ഷെ യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുമ്പോൾ പ്രൊഡക്ഷന്റെ ഒരു ക്വാളിറ്റി അത്രക്ക് ഫീൽ ആവുന്നില്ല. അപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മാട്രസ് എനിക്ക് അത്ര കംഫർട്ടായിട്ട് തോന്നിയില്ല. അങ്ങനെ ഞാൻ ഒരു മാസം ഉപയോഗിച്ചിട്ട് ആ മാട്രസ് തിരിച്ചു കൊടുത്തു. അവരെനിക്ക് റീഫണ്ട് ചെയ്ത്. പക്ഷെ വളരെ ബുദ്ധിമുട്ടായിരുന്നു അവരെ കസ്റ്റമർ കെയറിലേക്ക് കോണ്ടാക്ട് ചെയ്യാനും റീഫണ്ട് കിട്ടാനും അത് തിരിച്ചു കൊണ്ടുപോകാനൊക്കെ കുറെ ടൈം എടുത്തു. അപ്പോ കസ്റ്റമർ കെയറിൽ നിന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് വളരെ ബാഡായിട്ട് തോന്നി. അതുപോലെ തന്നെ പ്രൊഡക്റ്റും അത്ര കംഫോർട്ട് അല്ലാന്ന് തോന്നി. അങ്ങനെ ഉറക്കം വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഞാൻ വേറൊരു മാട്രസ് വാങ്ങാൻ തീരുമാനിച്ചു. അതിന് ഞാൻ ഒരാഴ്ചത്തെ റിസർച്ച് നടത്തി, ഗൂഗിളിൽ ചെയ്ത് നോക്കി കണ്ടുപിടിച്ചാണ്. ആരും ഒപ്പീനിയൻ ചോദിച്ചൊന്നുമില്ല. ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊരു മാട്രസ് ആണ് ഇപ്പോൾ ഈ കോട്ടി കിടക്കുന്നത്. ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം, എന്നിട്ട് ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറയാം. അതുപോലെ തന്നെ എമ്മയുടെ പോരായ്മകൾ എന്താന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. പക്ഷെ ചിലപ്പോൾ എനിക്ക് കിട്ടിയ പ്രൊഡക്റ്റിന്റെ പ്രശ്നവും കിട്ടിയ പ്രൊഡക്റ്റ് ഒരെണ്ണം ഡിഫക്റ്റ് ആയിട്ട് വന്നുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ആയത്. അതിന്റെ മെമ്മറി ഫോം കംപ്ലീറ്റ്ലി അൺഈവൻ ആയിരുന്നു. ഒരു സ്ഥലത്ത് ചെറിയൊരു കുഴി, ചളവ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് കിട്ടിയ മാട്രസിൽ. അപ്പോ ലക്ലി 100 നൈറ്റ്സ് ഫ്രീ ട്രയൽ ഉള്ളത് തിരിച്ചു കൊടുക്കാൻ സാധിച്ചു. എനിക്കത് തൃപ്തിയായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ അത് തിരിച്ചു കൊടുത്തു. അപ്പോ പിന്നെ അതുപോലെ തന്നെ അതിന്റെ ടോപ്പ് ലെയറിലെ മെമ്മറി ഫോം ഭയങ്കര ചൂടാണ്. ഇപ്പോ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥക്ക് അത് എനിക്ക് അത്രക്ക് കംഫോർട്ടായിട്ട് തോന്നില്ല. വന്ന് കിടക്കുന്ന സമയത്ത് മെമ്മറി ഫോം ചൂടായി കിടക്കായിരിക്കും. അപ്പൊ ഞാൻ ഇപ്പോ മേടിച്ച മാട്രസ് സ്നോ ടെക്നോളജി ഉള്ളൊരു മാട്രസ് ആണ്. ദ സ്ലീപ്പ് കമ്പനി എന്നാണ് ഈ മാട്രസിന്റെ പേര്. ഇത് സ്മാർട്ട് എഗ്രോ സ്ലീപ്പ് കമ്പനി എന്ന് പറഞ്ഞിട്ടൊരു മാട്രസ് ആണ്. ഇത് നമ്മുടെ എടപ്പള്ളി ഒബ്രോൺ മാളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവരുടെ ഷോറൂം. നമുക്ക് അവിടെ പോയിട്ട് നേരിട്ട് മാട്രസ് എല്ലാം കാണാം, ട്രൈ ചെയ്ത് നോക്കാം. അതിനുശേഷം നമ്മൾ ഏത് മാട്രസാണ് വേണ്ടെന്ന് പറഞ്ഞ് ഓർഡർ കൊടുത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ മാട്രസ് ബ്ലൂ ഡാർട്ട് കൊറിയർ വഴി നമ്മുടെ വീട്ടിലെത്തും. പേയ്മെന്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് EMI, ക്രെഡിറ്റ് കാർഡ്, ബജാജ് ഫിനാൻസ് എങ്ങനെ വേണമെങ്കിലും മേടിക്കാം. റെഡി ക്യാഷിനാണെങ്കിലും മേടിക്കാം. അത് അവിടെ ചെന്ന് നിങ്ങൾക്ക് സംസാരിച്ച് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഈ മാട്രസിന്റെ പ്രത്യേകതകൾ, ഇത് സ്നോ ടെക്നോളജി മാട്രസ് ആണ്. ഇതിനകത്ത് ജപ്പാനീസ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് സ്മാർട്ട് ഗ്രിഡ്സ് ഉണ്ട്. അത് എലാസ്റ്റിക് പോളിമർ ആണ്. ആ ഒരു റബ്ബറൈസ്ഡ് പോളിമർ ആണത്. അത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാല് വിട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് അതിന്റെ പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വരും. മെമ്മറി ഫോം പോലെ സമയം എടുക്കില്ല. പിന്നെ 2500 ഗ്രിഡ്സ് ഇതിന്റെ ഇടയിലുണ്ട്, കോളം പോലെ. അപ്പൊ എയർ പാസേജ് കൂടും. പിന്നെ ഇതിന്റെ മുകളിലത്തെ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്പെഷ്യൽ ഫാബ്രിക് ആണ്, എയർ പാസേജ് കൂടുതലുള്ള ഒരു ഫാബ്രിക് ആണ്. അപ്പൊ ആ ഫാബ്രിക്കില് നമ്മുടെ റൂം ടെമ്പറേച്ചർ എത്രയാണോ അതിന്റെ 4 to 5 ഡിഗ്രി എപ്പോഴും കുറവായിരിക്കും. അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ ഉള്ള മാട്രസ് ആണ്. അപ്പൊ ചൂട് കൂടുതലായതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്ത മാട്രസ് ആണിത്. ഇതിന്റെ വില 35,000 ആണ് എനിക്ക് കിട്ടിയത്. ആക്ച്വൽ പ്രൈസ് 39,000 ആണ്. അപ്പൊ ഞാനിത് സൺഡേ ആണ് ഇത് ബുക്ക് ചെയ്യാൻ പോയത്. അപ്പൊ വീക്കെൻഡിന്റെ ഒരു ഓഫർ ഉണ്ടായിരുന്നു, 3,000 rupees. അങ്ങനെ എനിക്ക് 35,000 കിട്ടി. സോ നമുക്ക് ഇത് അൺബോക്സ് ചെയ്തിട്ട് നോക്കാം എങ്ങനെയുണ്ട്. സോ ഇതൊരു പ്ലാസ്റ്റിക് ക്യാൻവാസിലാണ് വന്നേക്കുന്നത്. ഈ ക്യാൻവാസ് നമുക്ക് കട്ട് ചെയ്യാം. ഇതിന്റെ പ്രോപ്പർ സിപ്പ് ഉണ്ട്. എമ്മ മാട്രസിന്റെ കാര്യം ഞാൻ പറയാൻ കാര്യം, എന്റെ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് എന്റെ അടുത്ത് പേഴ്സണൽ ആയിട്ട് അഭിപ്രായം ചോദിച്ചായിരുന്നു. ഈ ബെഡ് എങ്ങനെയുണ്ട്, ആ ബെഡ് ഞാൻ മേടിക്കട്ടെ എന്നൊക്കെ ചോദിച്ചു. അപ്പോ
കുറച്ച് പേരുടെ അടുത്ത് ചോദിച്ചുകൊണ്ട് എനിക്ക് മനസ്സിലായി, എന്റെ വീഡിയോ കണ്ടിട്ട് ചോദിച്ചിട്ട് അവർക്ക് മേടിക്കാൻ ഉദ്ദേശമുള്ളതുകൊണ്ടാണ് അവർ ചോദിച്ചത്. അപ്പോ എമ്മ മാട്രസ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല, കാര്യം അത് എനിക്ക് നല്ല റിസൾട്ട് തന്നിട്ടില്ല. അതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണോട്ടോ, ഇതിന്റെ ഫാബ്രിക്കിൽ കൊണ്ടത്. ഞാൻ ഇതിന്റെ ഷോറൂമിൽ പോയപ്പോ അവിടുത്തെ ഷോറൂമിലെ സ്ലീപ്പ് എക്സ്പേർട്ട് എനിക്ക് ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് തന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഷോപ്പിൽ പോയ ആ ഒരു രംഗം നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതൊന്ന് നിങ്ങൾ കണ്ടു നോക്ക്. ഇതിന്റെ എന്താണ് ആ മെറ്റീരിയൽ, പോളിമർ റബ്ബറാണ് ഇതിന്റെ മുകളിൽ ടോപ്പ് ലെയറിൽ ഉപയോഗിച്ചേക്കുന്നത്. ആ മെറ്റീരിയൽ അത് ആ സ്ലീപ്പ് എക്സ്പേർട്ട് എന്താണ് അതിനെക്കുറിച്ച് പറയുന്നതെന്ന് ഒന്ന് വ്യക്തമായിട്ട് കേട്ട് മനസ്സിലാക്കണം. ഈ മാട്രസിന്റെ പ്രത്യേകത, ഒരു മാട്രസ് മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ ഞാൻ പറഞ്ഞ് കേട്ടിട്ട് മേടിക്കണമെന്നില്ല, പക്ഷെ ഞാനൊരു അഭിപ്രായം പറയാണ് നിങ്ങളുടെ അടുത്ത്. അപ്പൊ ഞാൻ എമ്മ മേടിച്ചപ്പോൾ എനിക്ക് വളരെ നല്ല അഭിപ്രായം കേട്ടുണ്ടോ ഞാൻ മേടിച്ചു, പക്ഷെ എനിക്ക് മോശമായ ഒരു അനുഭവം കിട്ടി. ഞാൻ അത് ഒഴിവാക്കി വേറൊരു മാട്രസ് ഞാൻ തന്നെ വായിച്ചു കണ്ടുപിടിച്ചു മേടിച്ചു. പക്ഷെ ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യണത് ഇത് നല്ലതാണ് എന്ന് എനിക്ക് ഉപയോഗിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഉപയോഗിച്ച് ഞാൻ ഒരു 2 weeks ആഫ്റ്റർ ഞാൻ നിങ്ങൾക്ക് അഭിപ്രായം ഞാൻ പറയാം. പക്ഷെ ആ സ്ലീപ്പ് എക്സ്പേർട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കണം. ഈ ഒരു മെറ്റീരിയലാണ് ഞങ്ങളുടെ എല്ലാ മാട്രസിലും കോമൺ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള സ്മാർട്ട് ഗ്രിഡ് എന്ന് പറയുന്ന ഞങ്ങളുടെ പാറ്റന്റഡ് ടെക്നോളജി. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്ര പ്രഷർ കൊടുത്താലും ആ പ്രഷർ റിലീസ് ആവുന്നതിൻ്റെ തൊട്ടടുത്ത സെക്കൻഡ് തന്നെ ഇത് ഒറിജിനൽ ഫോമിലേക്ക് തിരിച്ചു വരും. മറ്റുള്ള മെമ്മറി ഫോം അല്ലെങ്കിൽ കൊയർ പോലെ അകത്തേക്ക് കുഴിഞ്ഞു പോകുന്ന പ്രശ്നം തീരെ ഉണ്ടാവില്ല. ആ ഒരു സാഗിങ് ഇഷ്യൂ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് ഒഴിവാക്കാൻ പറ്റും. മാത്രമല്ല, ഇതിൽ കിടക്കുന്ന ഒരാളുടെ ബോഡിയുടെ ഷേപ്പിനനുസരിച്ച് ഇത് അഡാപ്റ്റ് ആവും. നമ്മുടെ ബോഡിയിൽ കൂടുതൽ വെയിറ്റ് വരുന്ന നമ്മുടെ ഹിപ്പ്, ഷോൾഡേഴ്സ് തുടങ്ങിയ ഭാഗങ്ങൾ കൂടുതൽ സോഫ്റ്റും ആയിരിക്കും. സ്പൈൻ ഏരിയസ് എല്ലാം എപ്പോഴും സ്ട്രെയിറ്റും ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ബാക്ക് സപ്പോർട്ടും കിട്ടും. അതുപോലെ തന്നെ ബാക്ക് പെയിൻ ഒരിക്കലും ഉണ്ടാവുകയില്ല. അതേസമയം നമ്മൾ നേരെ തിരിച്ചു വെച്ച് നോക്കുകയാണെങ്കിൽ ഹാർട്ട് പ്രഷറിൽ ഇതാവില്ല, സിങ്ക് ആവില്ല. എത്ര ഇയേഴ്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ഈ ഒരു ഷേപ്പ് വിട്ട് ഇത് അകത്തേക്ക് ഡീഫോമായി പോകില്ല. ഒരു മെമ്മറി ഫോമിനെക്കാളും എന്തുകൊണ്ടും എയർ വെന്റിലേഷൻ മാക്സിമം കൂടുതൽ വരുന്നൊരു മെറ്റീരിയലാണ് സ്മാർട്ട് ഗ്രിഡ്. ഇതിനകത്ത് ഓരോ മാട്രസിനും 2500+ എയർ ചാനൽസ് ആണ്. സോ നമുക്ക് മാക്സിമം ഹീറ്റിങ്ങും സ്വെറ്റിങ്ങും ഒഴിവാക്കാൻ പറ്റും. ഞങ്ങളുടെ എല്ലാ മാട്രസിനും ടോപ്പ് ലെയറിൽ ഈ ഒരു മെറ്റീരിയലായിരിക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ ഓർത്തോപീഡിക് മാട്രസിലാണെങ്കിൽ എല്ലാത്തിലും 1 inch തിക്നെസ്സിലും, സോഫ്റ്റ്വെയർ വേരിയൻസിലെല്ലാം 2 inch തിക്നെസ്സിലുമാണ് ഈ ഒരു മെറ്റീരിയൽ. സോഫ്റ്റ്വെയർ റേഞ്ചിലുള്ള ലെക്സ് സീരീസിലെ ലെക്സ് നോട്ടക് എന്ന് പറയുന്ന മാട്രസ് ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു മീഡിയം സോഫ്റ്റ് ആയിട്ടുള്ള മാട്രസ് ആണ്. മാത്രമല്ല നമ്മുടെ റൂം ടെമ്പറേച്ചറിനെക്കാളും എപ്പോഴും ഒരു 4 to 6 degrees കൂളറായിരിക്കും. അതിന് കാരണമായിട്ട് വരുന്നത് ഇതിൻ്റെ ടോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ഫാബ്രിക്കിൻ്റെ പ്രത്യേകതയാണ്. ഇതിന് സ്നോടെക് ഫാബ്രിക് എന്നാണ് പറയുക. ഒരു പോളിപ്രോപ്ലീൻ മെറ്റീരിയൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ത്രെഡ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഫാബ്രിക്കാണ്. സോ അതുകൊണ്ടാണ് ഇതിന് ഈ ഒരു കൂളിംഗ് എഫക്റ്റ് വരുന്നത്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 2 ലെയറിലും മീഡിയം സോഫ്റ്റ് ആയിട്ടുള്ള ഫോമാണ്. അതിൽ ഇതൊരു HR ഫോമാണ്, ഹൈ റെസിലിയൻസ് ഫോം എന്ന് പറയും. ഇത് മാട്രസിൻ്റെ ഡ്യൂറബിലിറ്റി കൂട്ടാനുള്ള ഫോമാണ്. ഇത് ലെക്സിയോടെക് കംഫർട്ട് ലെയർ എന്ന് പറയും. ഇത് ഞങ്ങളുടെ മീഡിയം സോഫ്റ്റ്നെസ് നൽകുന്ന ഫോമാണ്. ഇതും ഞങ്ങളുടെ സ്വന്തം ടെക്നോളജി തന്നെയാണ്. ഇത് സ്മാർട്ട് ഗ്രിഡ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പാറ്റന്റഡ് മെറ്റീരിയലാണ്. ഈ ഒരു മെറ്റീരിയലാണ് നമുക്ക് മാക്സിമം അഡാപ്റ്റബിലിറ്റിയും അതുപോലെ തന്നെ മാക്സിമം എയർ വെന്റിലേഷനും പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു ആൾ കിടന്നാലും കിടക്കുന്ന ആളുടെ ബോഡിയുടെ ഷേപ്പിനനുസരിച്ച് അഡാപ്റ്റ് ആകുന്ന ഒരു മാട്രസാണ്. നമുക്ക് ഇതിന് 10 years വാറണ്ടിയും വരുന്നുണ്ട്. അതുപോലെ തന്നെ 100 nights ട്രയലും വരുന്നുണ്ട്. ഇൻ കേസ് ട്രയൽ പീരീഡിൽ പോലും ഇപ്പോൾ കിടന്ന് നോക്കിയിട്ട് ഒരാൾക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയില്ലെങ്കിൽ ഒന്നുകിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാം.
അപ്പോ നമുക്ക് അടുത്തത് മുട്ട വെച്ചുള്ള കൂടോത്രം ഉണ്ടാ മുട്ട വെച്ചുള്ള കൂടോത്രം. അപ്പൊ എല്ലാ വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എമ്മയുടെ ആണെങ്കിലും മറ്റേ വേക്ക് ഫിറ്റിന്റെ ബെഡിന്റെ മാട്രസിന്റെ ആയാലും എല്ലാം കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതില് ഇവര് ഇത് തന്നെ പറയുന്നുണ്ട്, മുട്ട പോലും പൊട്ടൂല ഇതിൽ വെച്ച എന്ന് പറയുന്നത്. അത്ര കംഫോർട്ടബിൾ ആയിരിക്കും, ഇരിക്കുന്ന പാമ്പ് കുഴിയും, അടുത്തിരിക്കുന്ന ആൾക്ക് ഒരു ഡിസ്റ്റർബ് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പൊ അത് എത്രമാത്രം സത്യമാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഒറിജിനൽ മുട്ടയാണ് കേട്ടാ, നിലത്തിട്ട മുട്ടുള്ള മുട്ടയാണ്. ഞാൻ ഒരു പ്ലാസ്റ്റിക് കവർ കൂടി എടുത്തിട്ടുണ്ട്, പുതിയ മാട്രസ് ആയതുകൊണ്ട്. ഇനിയെങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പണിയാവില്ല. അതുകൊണ്ട് ഞാൻ ഈ പ്ലാസ്റ്റിക് കവറിനകത്ത്, ഇത് ട്രാൻസ്പെറന്റ് പ്ലാസ്റ്റിക് കവറാണ്, ഇവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ പ്ലാസ്റ്റിക് കവറാണ്. ഇതിനകത്തേക്ക് ഈ ഫ്രഷ് എഗ്ഗ് ഞാൻ ഇടാണ്. ഓക്കെ, എന്നിട്ട് ഈ ഇതിനകത്ത് എയറൊന്നും ഇല്ലാതെ ഇത് ചുരുട്ടിയിട്ട് കണ്ടാ, ചുരുട്ടിയിട്ട് ഞാൻ ഈ ക്ലിപ്പ് വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യാം. അപ്പോൾ പൊട്ടിക്കഴിഞ്ഞാലും മഞ്ഞ് വെള്ളമൊക്കെ ഒന്നും പുറത്തേക്ക് ചീറ്റി വരില്ല. എന്നിട്ട് ഇത് മാട്രസിലേക്ക് ഇട്ടിട്ട് ഇതിന്റെ പുറത്തേക്ക് ഞാൻ ഇരിക്കും, കിടക്കും, എല്ലാ അഭ്യാസവും കാണിക്കും. ഓക്കെ, പൊട്ടോ ഇല്ലെന്ന് നോക്കാം. എക്സ്പെരിമെന്റ്. സോ ഒരു കെട്ടും കൂടി പുറത്തിട്ട് കൊടുക്കാല്ലേ, ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഊരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വേറെ പണിയോ. മുട്ട പൊട്ടിക്കഴിഞ്ഞാൽ ലീക്കാകരുതല്ലോ, അതിന്റെ കെട്ടും കൂടി ഇട്ട് കൊടുത്തേക്കാം. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അറിയില്ല ഇത് പൊട്ടോ ഇല്ലെന്ന്, നമ്മുടെ പരീക്ഷണമാണ്. സോ മുട്ട ഇട്ടിട്ടുണ്ട്, ഇനി കിടന്നു നോക്കാൻ പോവാണ്ട. ഈശ്വരന്മാരെ, കിടക്കട്ടെ. ഈ മുട്ടയൊക്കെ ഫോക്കസ് ചെയ്ത് കാണിച്ചു കൊടുക്കണം പൊട്ടോ ഇല്ലേന്ന്. ഓക്കെ, ഇതിൽ കിടക്കുമ്പോൾ തന്നെ എന്തൊരു സുഖമെന്ന് പറയുമോ, പെട്ടെന്ന് ഉറങ്ങിപ്പോണൊരു ഫീൽ കിട്ടുന്നുണ്ട്. ടയേർഡൊക്കെ ആയിട്ട് വന്നിട്ട് കിടക്കുകയാണെങ്കിൽ ഒന്ന് AC കൂടി ഇട്ട് കിടന്നു കഴിഞ്ഞാൽ അടിപൊളി ശാന്തി. മുട്ട പൊട്ടിയാന്നാണ് നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടത്. നോക്കട്ടെ മച്ചാന്മാരെ, മുട്ട പൊട്ടിയിട്ടില്ല. മുട്ട ഇപ്പോഴും അതിൻ്റെ പഴയ രൂപത്തിൽ തന്നെയാണ് മുട്ട ഉള്ളത്, മുട്ട പൊട്ടിയിട്ടില്ല. ഇനി മുട്ടയിൽ ഞാൻ ഇരിക്കാൻ പോവാണ്, ഇരുന്ന് നോക്കാം. ഓക്കെ, ഇരുന്നിട്ട് ഞാൻ കാല് നിലത്തൊന്നും കുത്താതെ ഫുൾ പ്രഷർ മുട്ടയമ്മ കൊടുത്തിട്ട് ഞാൻ ഇരുന്ന് നോക്കാം, ഇങ്ങനെ ലെഗ് പൊക്കിയിട്ട്. ഓക്കെ, അപ്പൊ മുട്ട പൊട്ടുമെന്ന് നോക്കാം. ജോർജ്, മുട്ട ഫോക്കസ് ചെയ്ത് കാണിച്ചു കൊടുക്ക്. ഇരിക്കട്ടെ. ഓക്കെ, ഇരുന്നിട്ടാ മുട്ടയിൽ ഇരുന്നേക്കണേണ് ഫുള്ളി. നീ കാല് വെക്കാൻ കൂടെയാണ് ഫുൾ പ്രഷർ മുട്ടയിലുണ്ടാ. കം ക്ലോസ്. മുട്ട ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചു കൊടുക്ക്. മുട്ട പൊട്ടിയിട്ടുണ്ടോ ഇല്ലെന്ന് നോക്കാം. ഗൈസ്, മുട്ട പൊട്ടിയിട്ടില്ല. മുട്ട തുറന്ന് കാണിക്കാൻ. ഇനി മുട്ടയുടെ ഈ കവറൊക്കെ തുറക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ മുട്ടയിലെ കൂടോത്രം സക്സസ്. മുട്ട അതേപോലെ തന്നെ ഒരു ക്രാക്ക് പോലും വന്നിട്ടില്ല മുട്ടയിൽ. പൊളി സാധനം മച്ചാനെ, ഒരു രക്ഷയില്ല. സമ്മതിച്ച്. എമ്മയിൽ ഞാൻ ഇതുപോലെ വെച്ച് നോക്കിയപ്പോൾ അനങ്ങലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എമ്മ കൊള്ളില്ല എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. എമ്മ മാട്രസ് ഒക്കെ അടിപൊളി തന്നെയാണ്. പക്ഷെ ചെറിയ ചെറിയ പോരായ്മകളുണ്ട്. നമ്മൾ പരസ്യത്തിൽ കാണുന്ന ആ ഒരു കംഫോർട്ട്, അല്ലെങ്കിൽ റീൽസിൽ കാണുന്ന ആ ഒരു കംഫോർട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പൊ എനിക്ക് സങ്കടമായി. അതുകൊണ്ടാണ് ഞാൻ എമ്മ തിരിച്ചു കൊടുത്തത്. നമ്മളൊരു സാധനം പൈസ കൊടുത്ത് മേടിക്കുമ്പോൾ അതിന്റെ പൂർണ്ണത നമുക്ക് കിട്ടണം. എനിക്കത് അതിൽ നിന്ന് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു കൊടുത്തു. ചിലവർക്ക് കിട്ടിയേക്കാം, ചിലവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ്. ഇപ്പൊ ഈ മാട്രസിനെ കുറിച്ച് തന്നെയാണെങ്കിലും എനിക്ക് കിട്ടുന്ന ഫീല് ആയിരിക്കില്ല വേറെ ആൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങളോട് ഇത് മേടിക്കുക, അല്ലെങ്കിൽ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഇട്ട് കാണരുത്. ഞാനിപ്പോൾ എന്ത് സാധനം മേടിച്ചാലും ഞാൻ എൻ്റെതായ സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായം ഞാൻ പറയുമല്ലോ, അങ്ങനെ ഇടുന്ന വീഡിയോ ആണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് നിർബന്ധിക്കുന്നതല്ല. പക്ഷെ ഇതൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ആ ഷോറൂമിൽ പോയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ട്രൈ ചെയ്തൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ മേടിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാട്രസ് മേടിക്കാം. ധാരാളം മാട്രസ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ. ഒരുപാട് മാട്രസ് കമ്പനികളുണ്ട്. പക്ഷെ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇവരുടെ കമ്പനിയുടെ പേര് തന്നെ ദ സ്ലീപ്പ് കമ്പനി എന്നാണ്. ദേ സെൽ സ്ലീപ്പ്. സോ നീ ഒന്ന് കടന്നു നോക്കിയേ. എങ്ങനെയുണ്ട്? എന്താ സുഖം, സൂപ്പർ. എന്താ സോഫ്റ്റ്. കൊള്ളാമോ?
അടിപൊളി. മറ്റേതിനേക്കാളും ബെറ്റർ ആയിട്ട് തോന്നിയില്ലേ? മറ്റേത് നീ പറഞ്ഞ മറ്റേത് നല്ല സ്പോഞ്ച് ആയിട്ടുണ്ടായിരുന്ന, Sponge ആണ്, പക്ഷേ എന്തിനാണ് ചേട്ടൻ അത് കൊടുത്തു കളഞ്ഞെന്നൊക്കെ ചോദിച്ചില്ലേ? ഇതെങ്ങനെയുണ്ട്? ഇത് അതിന് സുഖമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇല്ലേ? മറ്റേത് ഇങ്ങനെ കുഴിഞ്ഞിരിക്കണ ഒരു ഫീൽ എനിക്ക് തോന്നി. ഇത് അങ്ങനെയല്ല, നമ്മളിപ്പോ കിടക്കുമ്പോ ആ സ്നോട്ട് ടെക്നോളജിയുടെ എന്തെങ്കിലും ഡിഫറൻസ് തോന്നുന്നുണ്ടോ? ഇതിലിപ്പോ നമ്മൾ കിടക്കുമ്പോ നമ്മുടെ ബാക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം എനിക്ക് തോന്നുന്നുണ്ട്. മറ്റേതിൽ ഫുള്ളി നമ്മൾ കുഴിഞ്ഞിരിക്കും. ബാക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കിപ്പോ ഒരു സ്ട്രെയിറ്റ് പോസ്റ്റർ നമുക്ക് കിട്ടുന്നുണ്ട് ഇതിൽ കിടക്കുമ്പോ. ഇതിൽ സംഭവം അടിപൊളി. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. സോ അടുത്തൊരു നല്ല വീഡിയോയുമായി നിങ്ങളിലേക്ക് വരുന്നതാണ്. അതിന് മുമ്പ് ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടണം, എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. ആൻഡ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. അതുകൊണ്ട് കൂടാതെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരിൽ 96.5% നോട്ട് സബ്സ്ക്രൈബ്ഡ് പീപ്പിൾ ആണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യൂവേഴ്സ് ആണ് 96.5. ബാക്കി 4.5 മാത്രമേ സബ്സ്ക്രൈബ് ചെയ്ത വ്യൂവേഴ്സ് കാണുന്നുള്ളൂ. അപ്പോൾ ദാറ്റ് ഈസ് സോ സാഡ് ഫോർ മീ. വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്ലീസ് സപ്പോർട്ട്, ഷെയർ മൈ വീഡിയോ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. സീ യു സൂൺ.